ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനേ എൻ്റെ ഈ ചാനലിൽ ഇന്നാദ്യമായിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. ഇതെന്താണെന്നറിയോ? ഇത് കൊച്ചി പാരഗണിലെ പൊതിച്ചോറാണ്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസം കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പോൾ സ്വിഗ്ഗി വഴി എൻ്റെ ഫ്ലാറ്റിലേക്ക് വാങ്ങിച്ചതാണേ. അങ്ങനെ ഞാൻ പൊതിച്ചോറൊക്കെ തുറന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു കറി കണ്ടു. ഞാനത് കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് കഴിക്കുന്നു. കയ്പ്പയ്ക്കാന്ന് പറഞ്ഞൊരു പച്ചക്കറി ഉണ്ടെന്ന് തന്നെ ഞാൻ മറന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതെന്താണ് ഇത്രയും കഴിക്കുന്ന ഒരു പച്ചക്കറി. പിന്നീട് എനിക്ക് ഓർമ്മ വന്നത് അത് കയ്പ്പയ്ക്കായിരുന്നു എന്നുള്ളത്. പിന്നെന്താ, ചമ്മന്തി ഉണ്ടായിരുന്നു, നല്ലൊരു അയില വറുത്ത നല്ലൊരു പീസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ പൊരിച്ചോറിലും കാണുന്ന പോലെ മുട്ട ഓംലെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ പച്ചടി ഉണ്ടായിരുന്നേ. മുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പൈനാപ്പിൾ പച്ചടി. പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളിച്ചമ്മന്തി പോലെ ഉള്ളി കൊണ്ട് അരച്ചൊരു ചമ്മന്തിയാണത് എന്തായാലും. അങ്ങനൊരു ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് നാരങ്ങ അച്ചാറായിരുന്നു. ഈ പൊതിച്ചോറ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ ഇതിനു മുമ്പും പല തവണ മേടിച്ച് കഴിച്ചിട്ടുണ്ട്. ഞാൻ ഈ കൊച്ചിയിൽ വരുമ്പോഴൊക്കെ ഞാൻ ഈ പൊതിച്ചോറ് ഞാൻ മേടിക്കും, കഴിക്കും. വേറെ ഒന്നും മേടിക്കാൻ എനിക്കങ്ങനെ താല്പര്യം തോന്നാറില്ല. അപ്പോൾ എന്തെങ്കിലും ഊണ് കഴിക്കാം എന്നുള്ളതിൽ ഞാൻ ഈ പൊതിച്ചോറ് മേടിക്കും. അപ്പോൾ ഒരു മീൻ വറുത്ത പീസൊക്കെ ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ടാണ് മേടിക്കണേ. കഴിച്ചു തുടങ്ങുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് മതിയാവും. അപ്പോൾ എനിക്ക് തോന്നും ഇനി മേടിക്കില്ല എന്ന്. വീണ്ടും ഞാൻ ഇതന്നെ ആവർത്തിക്കും. എപ്പോഴൊക്കെ കൊച്ചിയിൽ വരണോ അപ്പോഴൊക്കെ ഞാൻ ഇത് മേടിച്ച് കഴിക്കുകയും ചെയ്യും. ഞാനിവിടെ കഴിച്ചു തുടങ്ങി കേട്ടോ. വർത്തമാനം പറഞ്ഞിരിക്കുകയാണെങ്കിലും ഞാനവിടെ കഴിക്കുന്നുണ്ടേ. അങ്ങനെ ഞാൻ ഓരോരോ ഭാഗത്തു നിന്ന് ഓരോരോ കറികളായിട്ട് കഴിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ കയ്പ്പയ്ക്ക കഴിച്ചിട്ടെങ്കിൽ സംശയമെന്ന്. സത്യം, ഞാനത് ആദ്യം ക്യാബേജാന്ന് വിചാരിച്ചു. പിന്നെ കരുതി എന്താണ് ഇത്ര കയ്പ്പ്. ഇപ്പോഴൊക്കെ ആയപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത്, അയ്യോ അത് കയ്പ്പയ്ക്കയാണ് എന്നുള്ളത്. എന്തിനാണോ ഞാൻ കയ്പ്പയ്ക്ക അങ്ങനെ പാടെ മറന്നുപോയത്. എന്തായാലും ഞാൻ അതിനിടയ്ക്ക് മുട്ടയുടെ ഒരു പീസ് എടുത്ത് നോക്കുന്നുണ്ട്. ഈ മുട്ട കാണുമ്പോഴേ എനിക്ക് എന്തോ ഓർമ്മ വരികയെന്നറിയോ, നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ചില കുട്ടികൾ ഈ ലഞ്ച് ബോക്സിലുണ്ടല്ലോ നല്ല ചൂട് ചോറിൻ്റെ മുകളിൽ ഈ മുട്ടയൊക്കെ പൊരിച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയമാകുമ്പോൾ ആ ഡബയുടെ മൂടി അങ്ങ് തുറക്കുമ്പോഴേ ഈ മുട്ട ഈ ചൂടുള്ള ചോറിലങ്ങ് ഇരുന്നിട്ട് ഒരു തരം വൃത്തികെട്ട മണമായിരിക്കും. അയ്യോ, അത് സഹിക്കാൻ പറ്റില്ല, എനിക്കിഷ്ടമല്ലായിരുന്നു കേട്ടോ. ഞാൻ കൊണ്ടുപോകാറും ഉണ്ടായിരുന്നില്ല. പൊതുവെ എനിക്ക് ഓംലെറ്റിനോട് അത്ര താല്പര്യമില്ല, അതും കൂടി ഒരു കാരണമാവാം. എന്തായാലും ഇവിടെ ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെന്താ, ഇതിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് കഴിച്ചു. പിന്നെ എനിക്ക് മടുത്തു തുടങ്ങി. അപ്പോൾ ഞാനതിങ്ങനെ ഉരുട്ടി തുടങ്ങി. മടുത്ത് കഴിയുമ്പോൾ പതുക്കെ ഉരുട്ടിയിട്ടായി. കാരണം എന്താ വെച്ചാൽ ചോറ് ഇഷ്ടം പോലെയുണ്ട്. ഇതൊരു 2 പേർക്കൊക്കെ കഴിക്കാം. അതല്ലെങ്കിൽ 2 നേരമായിട്ട് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റിയിട്ട് 2 നേരമായിട്ട് കഴിക്കാമായിരുന്നു. ഞാൻ ഇതിൽ തന്നെ വെച്ച് അങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. മുഴുവൻ തീർക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അതാട്ടോ ഈ ഉരുട്ടിയൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇതിൽ ഇതുണ്ടായിരുന്നേ, കൊണ്ടാട്ടമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ മട്ടിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കൊണ്ടാട്ടമുളക് കടിക്കുകയോ അല്ലെങ്കിൽ നാരങ്ങ അച്ചാറൊന്നും കൂട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അങ്ങ് നമ്മുടെ വയറ്റിലേക്ക് അങ്ങ് ഇറങ്ങും. കുഴപ്പമില്ല, നിങ്ങൾ കഴിച്ച് നോക്കിക്കോളൂ കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ കൊച്ചിയിൽ വരികയാണെങ്കിൽ പാരഗണിൽ ചോറ് കഴിക്കാം. മോശമാണെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് വേറെയും ചോയ്സസ് ഉണ്ടെങ്കിൽ നമുക്കത് ട്രൈ ചെയ്യാമല്ലോ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇത് കഴിക്കാൻ പറ്റില്ല, തീരെ കൊള്ളില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പൊതുവേ എല്ലാ ഭക്ഷണം കഴിക്കാൻ എനിക്കിഷ്ടമാണ്, പുറമേയൊക്കെ പോയിട്ട്. കാരണം വെച്ചാൽ നമുക്ക് പണി ചെയ്യണ്ടല്ലോ വീട്ടിൽ. പാത്രം കഴുകണ്ട, നമുക്ക് അനങ്ങണ്ട അല്ലേ. നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ചുമ്മാ അങ്ങനെ ഇരുന്ന് കഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ കഴിച്ചെന്താ അറിയോ, മീൻ കൂട്ടാൻ കൂട്ടിയിട്ടാണേ. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കിതിൻ്റെ ഒന്നും ടേസ്റ്റ് പിടിക്കുന്നില്ല. കാരണം ഞാൻ മീൻ വയ്ക്കുന്നത് ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ എനിക്ക് ഇത് കഴിക്കുമ്പോഴേ എനിക്ക് ആ ടേസ്റ്റ് കിട്ടുന്നില്ല. ചിലപ്പോൾ ഇതായിരിക്കും പലർക്കും ഇഷ്ടം, പക്ഷെ എനിക്കിഷ്ടം ഞാൻ വയ്ക്കുന്ന കറിയാണ്. അപ്പോൾ എനിക്ക് ഈ മീൻ കറി കൂട്ടിയിട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. എന്നാലും കഴിക്കണ്ടേ എന്ന് വെച്ചിട്ടാണ് എല്ലാം കഴിക്കുന്നത്. പിന്നെ പച്ചടി എടുത്തു. പച്ചടിയിൽ എന്നെ ആകെ ആകർഷിച്ചത് ആ 2 മുന്തിരിയുടെ പീസാണ്. അത് മാത്രമേ എനിക്ക് ഇഷ്ടമായുള്ളൂ. എനിക്ക് പച്ചടി മാത്രം ഇഷ്ടമായില്ല, പൈനാപ്പിൾ പച്ചടി. പൊതുവേ എനിക്ക് പൈനാപ്പിൾ പച്ചടി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്കതത്ര ഇഷ്ടമായില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമുക്ക് പല സ്ഥലങ്ങളിലും പല ടേസ്റ്റുകളായിരിക്കും അല്ലേ. എന്തായാലും ഞാനത് ണല്ലോ അതുകൊണ്ട് ഞാനത് കഷ്ടപ്പെട്ട് 3/4 ഭാഗവും എങ്ങനെയോ കഴിച്ച് തീർത്തു കേട്ടോ.